ഹലോ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വിചാരിച്ചാൽ കമൻറ്റിലൂടെ അറിയിക്കണം. ഈ നായിനെ കണ്ടില്ലേ നിങ്ങൾ? ഈ നായിന എവിടെയോ നിന്ന് ആരോ നമ്മളെ നാട്ടിലേക്ക് കടത്തിയിട്ടതാണ്. ഇതൊരു പെണ്ണ് നായിയാണ്. അതുകൊണ്ടായിരിക്കും അതിനെ ഇങ്ങോട്ട് കടത്തിയിട്ടത്. ഇത് പ്രസവിക്കുമല്ലോ. അപ്പോൾ ഇതിനെ ഈടെ കടത്തിയിട്ടത് കൊണ്ട് ഈടുള്ള ആൾക്കാരെന്താക്കി, ഇതിനെ ഒരുപാട് ഉപദ്രവിച്ചു, ആട്ടി ഓടിച്ചു, കല്ലെടുത്തെറിഞ്ഞു. അങ്ങനെ ഇതിന് പരിക്ക് പറ്റി പുഴക്കരിയിൽ അവശയായിട്ട് കിടക്കുന്നത് കണ്ടിട്ടേ എൻ്റെ അനിയൻ കുറേ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കലുണ്ട്. അപ്പോൾ അവനോട് ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു നായിയുണ്ട് പുഴക്കരിയിൽ വയ്യാതെ കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൻ നോക്കാൻ പോയതാണ്. അപ്പോൾ അതിന് തീരെ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അതിന് ഭക്ഷണം കൊടുത്തു, അതിനെ പരിപാലിച്ച് അത് നല്ല ഉഷാറായി വന്നു. പിന്നെ അത് അനിയൻ്റെ ഒന്നിച്ച് നമ്മളെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ചുറ്റുവട്ടത്തിലുള്ളവർക്കെല്ലാം ഭയങ്കര ഇഷ്ടക്കേടായിരുന്നു. എവിടുന്നോ വന്ന നായി അതിനെ കൂട്ടി വീട്ടിലേക്ക് വന്നാൽ അവർക്കെല്ലാം ഒരു ഉപദ്രവമാവൂലേ എന്നല്ലേ. ഇത് എങ്ങനത്തെ നായിയാന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവനതൊന്നും കാര്യമാക്കിയില്ല. കുറേ നാൾ കഴിഞ്ഞിട്ടാകുമ്പോണ്ടല്ലോ ഈ നായി 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അതിലൊരു കുഞ്ഞ് ചത്തുപോയി. ഇപ്പോൾ ഒരു കുഞ്ഞ് ഉണ്ട്. അത് വളർന്ന് വലുതായി. ഈ നായിനെ കടത്തി ഇങ്ങോട്ട് ഇടുന്ന സമയത്ത് ഇതിന് അറിയില്ലല്ലോ, ഇതിന് പറയാനാവില്ലല്ലോ എന്നെ എവിടെയും കടത്തിക്കൊണ്ട് ആക്കല്ലേ, എനിക്ക് ഈടെ നിൽക്കാനാണ് ഇഷ്ടം എന്ന് ഈ നായ്ക്ക് പറയാനാവില്ലല്ലോ. മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതകൾക്ക് ഇതെന്ത് ചെയ്യാനാന്ന്. അങ്ങനെ ഈ അമ്മ നായും ഈ കുഞ്ഞി നായും നമ്മളെ വീട്ടിൽ ഒരംഗത്തെ പോലെയായി. ആൾക്കാർ പറയുന്നതൊന്നും കാര്യമാക്കാതെ എനിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് നിന്നു. എന്നിട്ടാകുമ്പോൾ ഇവൻ മൃഗാശുപത്രിയിൽ ഈ അമ്മ നായിക്ക് വന്ധ്യംകരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ പോയി. അപ്പോൾ ആടെ പോയപ്പോൾ അവർക്ക് ആടെ ഇതിനില്ല, മരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെന്താ ചെയ്യേണ്ടത്? കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ നായി വീണ്ടും പ്രസവിച്ചു. ഈ പ്രസവത്തിൽ ഇതിന് 9 കുഞ്ഞുങ്ങളാണ് ഉണ്ടായത്. ഈ 9 കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരുപാടായില്ലേ. അതങ്ങ് അതിൻ്റെ അരുവിനോട്ടാണ് പ്രസവിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിലേക്കൂടെ ഒന്നും ഒരാളെയും പോകാൻ ഈ അമ്മ നായി വിടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും പോകുമ്പോൾ വല്ലാതെ കുരക്കും. സ്കൂൾ കുട്ടികൾക്കൊന്നും പോകാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും അനിയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. എവിടെയെങ്കിലും കൊണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവൻ ഒരുപാട് ആൾക്കാരോട് അന്വേഷിച്ചു, ആരും ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ആ നായ്ക്കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മരെ പാല് അവറ്റൾക്ക് മതിയാവില്ലല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനായി. ഈ 9 നായ്ക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഇതല്ലേ. ഈ 9 കുഞ്ഞുങ്ങൾ, പിന്നെ എൻ്റെ അമ്മ, പിന്നെ വേറൊരു നായി, ഇവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവന് പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇവർക്കെല്ലാം എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ കിട്ടിയെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ആക്കാമായിരുന്നു. ഇവർക്കും ജീവിക്കണ്ടേ, ഇവർക്ക് വിശക്കുമ്പം ഭക്ഷണം കഴിക്കണ്ടേ. നമ്മ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവരതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യും. അടുത്ത വീടുകളിൽ വളർത്തുന്ന പക്ഷികളെയും മൃഗങ്ങളെയെല്ലാം ഇത് പിടിച്ചു തിന്നൂലേ. അപ്പോൾ അതൊരു ഉപദ്രവമായി മാറും. അപ്പോൾ മനുഷ്യൻ കൊടുത്താലേ രക്ഷയില്ലൂ.
എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയുമില്ല. എന്തെങ്കിലും ഒരു ഉപാധി ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. പിന്നെ കാണുമ്പോൾ തന്നെ നോക്കിയേ എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയേ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ഇതിന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബായ്.